ബുൾസൈ, സ്കൈ, എഡ്ജൂട്ടർ, സുഗ്രു. വെക്കവേ ഇല്ല, ഓട്ടോമാറ്റിക്കാ പേര് വന്നിരിക്കേ. പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ് അതില് രണ്ടും ഫ്രീ ചാറ്റ് മറ്റേതൊന്ന് മാറ്റി വെക്കരുത്, ഏതൊന്നും മറന്നുപോയി. വെല്ല പേര് പേര് മാറ്റാൻ முடியுமா? ഇമ്പോസ്റ്റർ 2. വെളിയിൽ പോയിട്ട് പേര് മാറ്റാൻ പറ്റും. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി ഒരാൾ കൂടി കയറാൻ പറ്റൂ. ഇനി ഒരാൾ കൂടി കയറാൻ പറ്റൂ. ആരാണ്? അലീനെ അറിയാ? ഞാൻ പക്ഷെ വന്നിട്ടില്ല. ഒരു മിനിറ്റ്. ഇല്ല, എനിക്ക് പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ഫ്രീ ചാറ്റ് അല്ല. സെർവർ ഏതാണ്? സെർവർ ഏതാണ്? ഏഷ്യ ഇട്ടിട്ട് രണ്ടിലേതേലും ഒന്നായിരിക്കും. ராயண்ணா வணக்கம். நான் வந்தேன். ഓ വണക്കം. അലീന പൈസ വാങ്ങിട്ടുണ്ടോ ഇത്? എനിക്ക് സൗണ്ട് വരുന്നില്ല. ഒരു സൗണ്ട്. ഫുൾ ആയ. ഇനി അടുത്തല്ലയാ സൗണ്ട് വരുന്നില്ല. മൊബൈൽ ആയതുകൊണ്ടാ. 15 ആൾക്കാരാകും. സ്റ്റാർട്ട് ചെയ്തോ? അളിയ ഞാൻ വന്ന ഈകളെ ഞാൻ വന്ന വിഷയം കളിയാ. 10 പേരുള്ളൂ. ഇനി എത്ര ഉണ്ട് കളിക്കാൻ? വിഷയം കളിയാ. ഇതെന്ത് അയ്യോ പേസக்கூடாதுல. ചാറ്റ് നോക്കല്ല ആരും. ഓക്കേ ലെറ്റ്സ് ഗോ. നമ്മള് സാധാരണ എല്ലാരും സംസാരിക്കാറ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ സംസാരിക്കാം. ടാസ്ക് കുറവാണല്ലോ ഇതില്. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല എനിക്ക്. അധികം സംസാരിക്കാം. ചാടാനൊന്നും പറ്റൂലല്ലേ? ഓക്കെ സംസാരിക്കില്ലെന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. കാലി തുടങ്ങിയ സംസാരിക്കല്ലേ പ്ലീസ്. ഓ ടാസ്ക് കൂട്ടിട്ട് ഭയങ്കര കുറവ്. ടാസ്ക് കൂട്ടിയിടണമായിരുന്നാ? എത്ര ഇമ്പോസ്റ്റർ ഉണ്ടായിരുന്നു? ബൈ ദ വേ രണ്ടല്ലേ? ഒരു എമർജൻസി പട്ടത് കിട്ടും പിടിക്കാര്. മീറ്റിംഗ് എന്തായിരുന്നു? ഹലോ കേക്കാമോ? എടാ രഘുല് എന്താ VK സാറിന്റെ അടുത്ത് ചുറ്റി നിക്കണേ? പുള്ളി അവിടെ CCTV റൂമിൽ നോക്കിക്കൊണ്ടിരിക്കണ ഞാനാണ് CCTV ഫസ്റ്റ് ചെക്ക് ചെയ്ത്. അതാ പറഞ്ഞ അവിടെ തന്നെ. അപ്പൊ VK സാർ എന്തിനാ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നോണ്ടിരിക്കണ? വീണ്ടും തിരിച്ചു மொத்தம் 2 டாஸ்க் இருந்தது. 2 டாஸ்க் பண்ணேன். நான் வேற எதுவும் பண்ணல. താഴെ സബോട്ടേജ് ബട്ടൺ ഉണ്ടോ നിന്റെ കയ്യില്? രഘുലേ എന്ത് നീ സാബോട്ടേജ് ചെയ്തില്ലേ അപ്പൊ ഇതുവരെ? ഞാൻ പറഞ്ഞുതരാം സംഭവം എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഞാൻ ടാസ്ക് ലൈക്ക് സെർച്ച് ചെയ്യാൻ ഞാൻ പോയായിരുന്നു. ടാസ്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് ഇതുവരെ അതത്ര അറിഞ്ഞാ മതി. അത് ചെയ്യണ്ടേ? അതെന്തോന്നാണ് ചെയ്തില്ലേ? VK സാർ അവിടെ തന്നെ നിക്കണ എന്തിനാ? അപ്പൊ ഇറങ്ങി വീണ്ടും തിരിച്ച് CCTV പോയി എന്തിനാ? അത്രയും പറഞ്ഞാൽ മതി. ഒരു വട്ടം CCTV പോയിട്ട് തിരിച്ചിറങ്ങി വീണ്ടും അകത്ത് കയറിപ്പോയി. அனிலா வந்து ஓடி வந்தாங்க. எனக்கு லைட்டா சந்தேகமா இருந்தது. 2 பேரும் சேர்ந்து ஓடி வந்தாங்க. ഞാൻ ടാസ്ക് ചെയ്യുമായിരുന്നു. നിങ്ങൾ അവിടെ ക്യാമറയുടെ അവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു ടാസ്കും ചെയ്യാതെ. ഇല്ല அந்த இடத்துல நான் போய் பார்த்துட்டு வந்தேன். ഇല്ല VK സാർ അവിടെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എമർജൻസി അടിച്ചത്. 2 വട്ടമായിട്ട് ഞാനത് കാണുന്നത്. എത്ര ടാസ്ക് ഉണ്ട്? இங்க பாருங்க, மொத்தம் 2 டாஸ்க் வந்தது எனக்கு. ஓகேவா? 2 ടാസ്ക്. ஒன்னு வந்து இல்ல ടാസ്കിന്റെ ബേസിൽ നമുക്ക് നോക്കാം. നമുക്ക് സ്കിപ്പ് ചെയ്യാം.
இல்ல மொத்தம் 2 டாஸ்க் இருந்தது 2 டாஸ்க் பண்ணேன் ஃபர்ஸ்ட் காட்டுல ஓடி வந்து பார்த்தேன்னு காட்டிச்சு സാർ 2 ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം ഈകളെ വലിയ സീൻ കളിക്കല്ലേ നീ? സാറിന് സന്ദേഹം ഇருக்கு சந்தேகம் இருக்கா സ്കിപ്പ് ഒരു ഡെഡ് ബോഡി ഇല്ല സ്കിപ്പ് ആരെ കൊന്നില്ല റെഗുലറിനെ ആരെ കൊന്നിട്ടില്ല VK സാർ വെളിയെ ഭയങ്കര ഉത്സാഹം കാണിക്കുന്നവരെ നോക്കി ஏங்க நான் போலீஸ்காரங்க சொல்ல மாட்டேன் എന്നെ ആര് വോട്ട് ചെയ്തു ഒരു റെഡ് കളർ ഒലിവരാണ് ആദ്യം സംശയിക്കേണ്ടത്. റെഡ് കളർ കാണിക്കുന്നത് നീ മറ്റേ സൈൻ ചെയ്യുമ്പോഴാണ് നീ ഇത് ഈ കളർ നമുക്ക് അടുത്ത ഒരു ലോബി മാറ്റി ഞാൻ പോസ്റ്റ് ചെയ്യാം. കുറെ പണിയാനുണ്ട്. ശരി ஸ்டார்டிங்லயே நோண்றாங்களே 2 ഇമ്പോസ്റ്റർ ഉണ്ടെന്നും കാണിക്കോ? അയ്യോ ഇത് മാപ്പിലാണ് അറിയുന്നല്ലേ. ഓക്കെ 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 നമ്മുടെ ടാസ്ക്. ഓ വിഷയ ഞാൻ ഇപ്പൊ ഒരു ടാസ്ക് ചെയ്യാൻ പോണേ. അവന്ന് പറഞ്ഞോടാ. നീ പറയണ്ട, ഒന്നും പറയണ്ട. നിന്റെ അഭിനയൊക്കെ കയ്യിൽ വെച്ചതായി പൊഴിയൊരു അഭിനയം. இன்னும் இவங்க 2 பேரும் ஆள் நினைக்கிறாங்க. சரி எதுவும் பேசக்கூடாது. യോ താരി ചത്ത് ഇവിടെ ഞാൻ ഒരാളെ കണ്ടു കേട്ടോ. ഇവിടെ അവസാനമായിട്ട് ഓടിയ ഒരാളെ ഞാൻ കണ്ടിരുന്നു. മറ്റാരുമല്ല ബാസോണ്ണാണ്. എന്താണ് പറയാനുള്ളത്? ഫ്രണ്ടിൽ കൂടെ എന്താണ് ഈകളെ நானும் சந்திரனும் ஒண்ணா இருந்தோம். ஓகேவா? സെക്യൂരിറ്റി റിയാക്ടർ അപ്പർ എഞ്ചിൻ ലോവർ എഞ്ചിൻ നടുക്കൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. ജംഗ്ഷൻ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ കൂടെ ഓടുന്നുണ്ട് ഞാൻ. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ CCTV എടുത്താ പോയത്. ഞാൻ കഴിഞ്ഞോട്ടെ എനിക്ക് VK സാറിനെ നല്ല ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാൻ പറയാം. ഞാൻ CCTV അവിടെ നിങ്ങള് ഇത് വിളിക്കുമ്പോ അല്ല ബോഡി റിപ്പോർട്ട് ചെയ്തെന്ന് പറയുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നത് നേരെ എമർജൻസി ബട്ടണിന് നേരെ താഴെയാ. ഞാൻ അവിടെ അല്ല കളിച്ചോണ്ടിരുന്നത്. പറയട്ടാ, എന്റെ കൂടെ VK ഉണ്ടായിരുന്നു, എന്റെ കൂടെ VK സാർ ഉണ്ടായിരുന്നു, വേറെ ആരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്? എന്റെ കൂടെ സ്കൈ അലീന ഞാൻ വേറെ ആരും കണ്ടില്ല. ഇവിടെ അലീനയുടെ കൂടെ സ്കൈ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ ക്ലിയർ കട്ട് ആയിട്ട് പറയാം. ഞാൻ ഇവൻ ബോഡി റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇതിനകത്ത് അടിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിലോടിയല്ലേ ഓടിപ്പോയി ടാസ്ക് ചെയ്ത് ഞാൻ മറ്റേ ഇവിടെ കാർഡ് അടിക്കണതും മറ്റേ അതും ചെയ്തോണ്ടിരിക്കും. ഞാൻ CCTV ഞാൻ ഈ വട്ടം ടാസ്ക് ചെയ്തില്ല. ഞാൻ അതാ പറഞ്ഞ CCTV അടുത്തോട്ട് പോയതേ ഉള്ളൂ. ഞാൻ CCTV നോക്കുമായിരുന്നു. ഞാൻ എടാ ഞാൻ പറയട്ടെ, ഞാൻ മറ്റേ ഇത് ചെയ്തില്ല. ഞാൻ ടാസ്ക് ഈ വട്ടം ചെയ്തില്ല. ഞാൻ മറ്റേ CCTV നോക്കാൻ പോയതാ ഈ വട്ടം. എനിക്ക് സസ് അടിച്ചിട്ട് CCTV ഒരിടം നോക്കിട്ടാ തിരിച്ചു പോയത്. എനിക്കൊരു ഡൗട്ട്. എനിക്ക് സംശയമുണ്ട്. എവിടെ തിരിച്ചു പോകുമ്പോ എങ്ങനെ കൊല്ലാനാ? ഞാൻ CCTV നോക്കിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങക്ക് കണ്ടെങ്കിൽ ഓടിപ്പോയി ഇല്ലേ? എനിക്ക് സംശയമുണ്ട്. എല്ലാരും ഒന്ന് നോക്കി വെച്ചോണം. അടുത്ത എന്നെ കൊല്ലുവാണെങ്കിൽ അണ്ണൻ അങ്ങനെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് എന്നെ ആരും കൊന്നിട്ട് അണ്ണനെ പുറത്താക്കി കളയാ. അങ്ങനെ പറയരുത് കേട്ടോ. അല്ലാതെ സാധാരണ ബോധമുള്ളവരൊക്കെ അങ്ങനെ നമ്മൾ പറയണ്ടായിരുന്നു. நிக்கிறாங்க. என்ன மச்சான் செக்யூரிட்டி ட்ரெஸ் மாதிரி இருக்கு இல்லையோ? டாஸ்கே வர மாட்டேங்குது. நான் பேசக்கூடாது.
ആരെ കൊന്നു അയ്യോ പാത്തിട്ട് ക്യാമിക്കണ്ട് സുരേഷ് ചേട്ടൻ സുരേഷേട്ടന്റെ ഫ്രണ്ടിൽ കൂടെ മറ്റൊരാളോടെ പോയി ഇതൊന്നും പറയാതെ ചന്ദ്രനെ ഒറ്റ വിട്ട് സുരേഷ് ചേട്ടൻ സുരേഷ് ഞാൻ പാത്ത എന്റെ കൂടെ ഉണ്ടായിരുന്നു ചന്ദ്രൻ. സുരേഷേട്ടനൊപ്പം നടന്ന ഒരാളെ കൊണ്ട് കണ്ടില്ലേ ക്യാമറയില്? அந்த இடத்துல ரெண்டு கண்டு, பேர் கண்டு, இருந்தாங்க கண்டு, bro. கண்டு. நான் சுரேஷ் சேட்டனை பார்த்தேன்னா ശരിയല്ലേ? എടാ, ആ, ഞാൻ സുരേഷ് ചേട്ടനെ ഞാൻ പറഞ്ഞ. പറയട്ടെ, ഞാൻ സത്യം അതെ, പറയട്ടെ, അതെ. ഞാൻ കണ്ടില്ല. ഞാൻ മറ്റേ ഇതിനകത്ത് പോയേക്കുവായിരുന്നു, ഞാൻ ടാസ്ക് ചെയ്യാൻ പോയേക്കുവായിരുന്നു ലാസ്റ്റിലത്തെ. അത് ചെയ്യാതെ കളിച്ചപ്പോഴാണ് ഞാൻ കണ്ടില്ല. ടാസ്ക് ചെയ്ത് സുരേഷേട്ടന്റെ കില്ല് Bro, ചന്ദ്രൻ സുരേഷ് എന്റെ ചേട്ടൻ. പുറകെ തന്നെ ഉണ്ടായിരുന്നു. ചന്ദ്രൻ എന്നെ ഇല്ല ഈകളെ എനിക്കൊരു ഡൗട്ട് അല്ലല്ല, അത് doubt ആയി പറയാൻ പറ്റില്ല. Bullet ആയി പറയാൻ പറ്റില്ല. ഈകളല്ലേ ചെയ്തത് ഇത് സുരേഷേട്ടനായിരുന്നു. ഇത് സുരേഷേട്ടനായിരുന്നു. ഞാൻ ഇല്ല, ഇത് സുരേഷ് ചേട്ടൻ. അല്ല സുരേഷ് ചേട്ടൻ ഈകള് നേരത്തെ കാർഡ് ടാസ്ക് ചെയ്തെന്നല്ലേ പറഞ്ഞേ? കാർഡ് ടാസ്ക് അവിടെ ഉണ്ടായിരുന്ന ആടാ പറഞ്ഞത്. നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാർഡ് ടാസ്ക് ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്തിയപ്പോഴാണെന്നാ പറഞ്ഞത്. அப்ப சுரேஷ் சேட்டன் ப்ரோ அங்க ரெண்டு பேரும் பாத்துட்டு நிக்கிறோம் ப்ரோ. ஆனா ஒருத்தர் தான் நான் சுரேஷ் சேட்டன் அண்ணா நல்லா பார்த்தேன். நான் துரத்தினே வந்தாரு. ஓகேவா? സുരേഷ് ചേട്ടൻ ഞാൻ ചന്ദ്രന്റെ കൂടെ സുരേഷ് ചേട്ടനെ ചന്ദ്രനെ ഞാൻ കണ്ട. ചന്ദ്രൻ ചാടി ചാടി പുറകെ വരുന്നുണ്ടായിരുന്നു എന്റെ കൂടെ. അതിന്റെ കൂടെ ഒരാളോട് ഉണ്ടായിരുന്നു. ப்ரோ எனக்கு அந்த பொட்டேட்டோன்னு போட்டிருக்கு உடம்புல ரெட் கலர், அது மேல லைட்டா சந்தேகமா இருக்கு ப்ரோ. അല്ല ഞാൻ പറഞ്ഞേക്ക് എന്നെ ചന്ദ്രന് നല്ല സസ് ഉണ്ടായിരുന്നു. അവൻ എന്റെ കൂടെ തന്നെ നടക്കുമായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എവിടൊക്കെ ചെയ്യുന്നു എന്നൊക്കെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ ടാസ്ക് ചെയ്യാൻ ഏറ്റവും റൈറ്റിൽ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ സംഭവം പറഞ്ഞിട്ടെ സുരേഷേട്ടൻ കില്ല് ചെയ്തതില്ല ഒരു ക്യാമറയുടെ ഫ്രണ്ട് വെച്ചാണ്. ക്യാമറയിൽ കണ്ട്. അപ്പൊ ഞാനിപ്പോ സുരേഷേട്ടന്റെ പേര് പറഞ്ഞു. അപ്പോഴത്തേക്കും സംഭവം പറഞ്ഞ് ചന്ദ്രൻ ചത്തോടെ കൂടെ വാസവൻ അതേ സ്പോട്ടിൽ നടന്നു വന്നിട്ട് ബോഡി റിപ്പോർട്ട് ചെയ്യാതെ. ഇല്ല, ഞാൻ ബോഡി കണ്ടില്ല. ഞാൻ കണ്ടില്ല. அப்ப சுரேஷ் ப்ரோ உங்களோட விவாதத்தை சொல்லுங்க சுரேஷ் ப்ரோ. எதுவுமே சொல்ல மாட்டீங்க. ക്യാമറയിൽ കണ്ടു വികെ സാർ. மாட்டிக்கிட்ட பங்கு സുരേഷ് ചേട്ടാ വൈ സുരേഷ് ചേട്ടാ അതാരാണ് സുരേഷ് ചേട്ടാ? தெரியலையே. ക്യാമറ കണ്ടില്ലല്ലോ. നോട്ട് ഇൻ സ്പോട്ട് என்னது இல்லன்னு வரப்போகுது. അതെങ്ങനെ ഇപ്പൊ? கங்கராஜ் ப்ரோ. ஒருத்தரை காட்டி கொடுத்துட்டேன். இந்த பொட்டேட்டோ மேல தான் சந்தேகம். பேசக்கூடாது. பொட்டேட்டோ மேல சந்தேகமா? പണി തീർന്ന വെറുതെ വികേഷ് ടാസ്ക് ഇവിടെ കിട്ടി. സെറ്റ്. നീ ടാസ്ക് ഒന്നും വരൂല ഇവിടെ. സംസാരിക്കാൻ പാടില്ലടാ. ഓ സോറി. ചുമ്മാ എമർജൻസി മീറ്റ് അടിക്കാവോ? இல்ல சுகு ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബോട്ടിൽ വന്ന് 2 കറക്കം, നാവിഗേഷനിൽ വന്ന് 2 കറക്കം. ഒന്നും ഇല്ല, ടാസ്കിന് എടുത്തോട്ടൊന്നും പോണില്ല. ആള് 2 കറക്കം. അങ്ങനെ സംശയിച്ചോടാ. 4 ടാസ്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. 4 ടാസ്ക് ഉള്ള ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്റെ പുറകെ തന്നെ നടക്കുമായിരുന്നല്ലോ. നീ എന്റെ പുറകെ ഞാൻ ആദ്യം റൈറ്റ് കോർണറിലുള്ള എല്ലായിടത്തും പോയി. അവിടുന്ന് ഞാൻ തിരിച്ചിവിടെ വന്നപ്പോ നീ എന്റെ തിരിച്ചു പറയുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞോണ്ട് ഞാൻ നീയാണെന്ന്. നീ എന്നെ ഇന്ററോഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റേ സവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെർഫെക്റ്റ് സ്ഥലം നോക്കി നടന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിടിക്കുന്നു, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും നീ നൈസായിട്ട് പോയി അങ്ങ് റിപ്പോർട്ട് ചെയ്ത് ബൂത്ത് അടിച്ച്.
നീ എന്റെ പുറകെ നടന്നോണ്ടിരിക്കുക. ഞാൻ എമർജൻസി അടിക്കാൻ പോയപ്പോഴത്തെ നീ എന്റെ പുറകെ നടന്നോണ്ടിരിക്കും. നീ റെഗുലറുടെ റൈറ്റ് സൈഡ് നിൽക്കുവായിരുന്നു. ഞാൻ അവിടെ ടാസ്ക് ചെയ്തോണ്ടിരുന്നത്. അതാ പറഞ്ഞേ. അന്നേരം റെഗുലർ അന്നേരം അങ്ങോട്ട് വന്ന് നീ അവിടെ തൊട്ട് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാ. നീ ഫോളോ ചെയ്ത് വന്ന് റിയാക്ടറിന്റെ അടുത്ത് വരെ അതാണ് പറഞ്ഞത്. റിയാക്ടറിന്റെ അവിടെ വരെ നീ ഫോളോ ചെയ്ത് വന്ന്. എന്നിട്ട് ഞാനിത് എമർജൻസി അടിക്കാൻ പോയിരുന്നു. ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എമർജൻസി അടിച്ചേനെ ഞാൻ ഉറപ്പായിട്ടും. നീ അപ്പോഴത്തേക്കിന് നീ അല്ല അതാ പറഞ്ഞേ എനിക്ക് അടിക്കാൻ പറ്റുമെന്ന്. എനിക്കിതിനെ ഞാനിത് അധികം കളിച്ചിട്ടില്ലല്ലോ, എനിക്ക് അറിഞ്ഞൂടാ. ഞാനപ്പോ അത് ട്രൈ ചെയ്യാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് വരാൻ നേരമാണ് നീ എമർജൻസി അടിച്ചേ. എനിക്ക് അറിഞ്ഞൂടല്ലോ ഇത്. ഞാനപ്പോ അങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് നല്ല സക്സസ് തോന്നി. നീ എന്റെ പുറകെ തന്നെ നിക്കണം. ഞാൻ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുന്നു. അതാ ഞാൻ പറയണേ. നീ അപ്പൊ എന്തിനാ അവിടെ തൊട്ട് ഇവിടം വരെ എന്നെ തന്നെ ഫോളോ ചെയ്തോണ്ടിരുന്നേ? എന്റെ ചോദ്യം ഫസ്റ്റ് കളി തുടങ്ങിയപ്പോഴേ അന്ന് മറ്റേ ഓറ്റോന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് നാവിഗേഷൻ വന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. ഒരു ഓവർ ആക്ടിങ് പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാനല്ല റെഗുലർ പറഞ്ഞു. ഞാൻ ഈ മിണ്ടിയില്ല. സത്യമായിട്ട് ഞാൻ മിണ്ടിയില്ല. സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു രഘുലിനോട് പറഞ്ഞു എടാ സംസാരിക്കാൻ പാടില്ലെന്ന്. പക്ഷെ ആരെങ്കിലും നോട്ട് ചെയ്ത് പുറത്താക്കാനല്ലേ? അല്ല ട്രിക്കി ഞാൻ പറഞ്ഞിട്ടാ. ഞാൻ ഇപ്പൊ ടാസ്ക് കഴിഞ്ഞാൽ എല്ലാ റൂമും കയറി നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ബോഡി കിടപ്പുണ്ടോ നോക്കാൻ. ഞാൻ എല്ലാ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡ് വരെ ഇങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ട് അടിച്ചത്. റിയാക്ടർ ഒട്ടു നാഗേഷൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ മാപ്പ് ഓപ്പൺ ചെയ്ത് പിന്നെ പറയാം. എല്ലാരും ചെയ്തോ? സംസാരിക്കാൻ പാടല്ലേ? ചന്ദ്രൻ ഞാനുണ്ടേ. എമർജൻസി തെറ്റിയാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല ഇത്ര നേരമായിട്ട് ഒരാളും സാബൂട്ട് ചെയ്തില്ല. ഒരെണ്ണം പോലും ഓക്സിജനാ ഒന്നും ചെയ്തില്ല. അറിയാത്ത ഒരാളാ. അതാ ഈ സതീഷ് എന്ന് പറഞ്ഞ എന്താ? ഡൗട്ട് ഉണ്ട്. പോലീസുകാരനാണ് എന്നെ സംശയിക്കുന്നതെന്ന്. ஜி இங்க பாருங்க, வாசு அண்ணா கூட தான் 4வது லெவல், ராகுல் கூட தான் 1வது லெவல். அதுன்னு டைரக்டா என்கிட்ட வரீங்க. ഇല്ല போட்டு இருக்கா? நோ நோ நான் கிடையாது. അല്ല ഇനി ഒരാളും കൂടെ ഉള്ളൂ ടാസ്ക് ചെയ്യാൻ. അത് ചെയ്തോണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു തോന്നണം. സ്കിപ്പ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ. ഇതുവരെ ആരും ചെയ്തില്ല, സാബോട്ടേജ് ചെയ്തില്ലെന്ന് பட்டன் மேல கைய வச்சீங்க அவ்வளவுதான். ആരെ കൊല്ലാനായിട്ട് ഒരാള്? വാ വാ വാ. സൈലന്റ് ഭക്ഷണം കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. അതെന്താണ് அமைதியா இருக்கீங்க? റൈറ്റില് താഴെ സപ്പോർട്ട് ഉണ്ടോ? ആർക്കാണ് ഞെക്കാം. எனக்குதான் ഇതില് ഞെക്കിയ എന്താവും? ഇത് ആളുടെ അടുത്ത് വന്നിട്ടാണോ ഇത് ഞെക്കണ്ടേ?
അത് ഞെക്കിയിട്ട് പോയല്ലോ. എപ്പോ വേണേലും ഞെക്കാവോ ഇത്? എനിക്ക് മനസ്സിലാവണില്ല ഇത് എങ്ങനെയാണെന്ന്. ഞെക്ക് ഇത് എവിടെയാ കളയത്? ഇതെന്തോ ഇത് ഞെക്കുമ്പോ മാപ്പാ വരുന്നേ. ഇതെന്ത് ചെയ്യണ്ടേ? സൂപ്പർ. എന്നെ കൊണ്ടേ പോയിട്ടുള്ളൂ കേട്ടാ. തോക്കൊന്നു എടാ എനിക്കിത് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതാടാ. സത്യം പറയാലോ, എനിക്കത് ഇപ്പോഴാ മനസ്സിലായത്. നിങ്ങളത് പറഞ്ഞപ്പോഴാ. ടാസ്ക് ഒന്നും ഇല്ലേ? ഉണ്ടായില്ല. നമ്മൾ ജയിച്ചിട്ട് ഞാൻ ഇൻവെസ്റ്ററെ എനിക്ക് ഡയലോഗ് ഞാനാണ് ഹോസ്റ്റ്.